ലോ അക്കാദമിക്ക് മുന്നിൽ കെ മുരളീധരൻ എം.എൽ.എ ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. കെ.എസ്.യു അടക്കമുള്ള ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സമരം നടക്കുക. ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എ.ബി.വി.പി ഇന്ന് സംസ്ഥാന വ്യാപകമായി പട്ടിപ്പ് മുടക്കി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, കെ മുരളീധരൻ കൂടി സമരരംഗത്തേക്ക് വരികയാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? ലോ അക്കാദമിക്ക് മുന്നിൽ ദിവസങ്ങളായി വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന്റെ കൂടെ ഇന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കൂടെ ഇവിടെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. 10 മണിയോടുകൂടിയാണ് കെ മുരളീധരൻ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ലോ അക്കാദമി സമരത്തിൽ കോൺഗ്രസിനുള്ളിൽ വലിയ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കെ മുരളീധരൻ നിരാഹാരം അനുഷ്ഠിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ചും കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിൽ ലോ അക്കാദമിക്കെതിരായ പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് എ ഗ്രൂപ്പ് അംഗം കെ.എസ്. ഗോപകുമാറും മറ്റും വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു ഭിന്നത കോൺഗ്രസിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കെ മുരളീധരൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ ബി.ജെ.പി നേതാവ് വി രാജേഷും ലോ അക്കാദമിക്ക് മുന്നിൽ നിരാഹാരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വി മുരളീധരൻ നിരാഹാരം അവസാനിപ്പിച്ച ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരുന്നു. തുടർന്നാണ് ഇന്നലെ രാത്രി മുതൽ വി രാജേഷ് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം SFI ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന അവരുടെ കൂട്ടായ്മയായ വിദ്യാർത്ഥി ഐക്യം നടത്തുന്ന സമരം ഇന്ന് 23ാം ദിവസത്തിലേക്കും പ്രവേശിക്കുകയാണ്. ഒപ്പം ABVP-യുടെ വിദ്യാഭ്യാസ ബന്ധം ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ലോ അക്കാദമിയിൽ ക്ലാസ് നടക്കുമോ എന്ന കാര്യം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ വിദ്യാർത്ഥികളൊന്നും അക്കാദമിയിലേക്ക് ക്ലാസ്സിനായി എത്തിത്തുടങ്ങിയിട്ടില്ല. സമരപന്തലിൽ ഏതാനും വിദ്യാർത്ഥികൾ മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ. ഒപ്പം ഇന്ന് പഠിപ്പ് മുടക്കുന്ന ABVP സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്, KSUവും പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഇത്തരത്തിൽ ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം തുടരുക തന്നെയാണ്. ഒപ്പം കെ മുരളീധരനും ഇന്ന് നിരാഹാരം ആരംഭിക്കുമ്പോൾ സമരം മറ്റൊരു തലത്തിലേക്ക് മാറുമോ എന്നും ഇനി അറിയേണ്ടിയിരിക്കുന്നു. ജിതിനാണ് വിവരങ്ങൾ നൽകിയത്.